ഗൈസ്, വെൽക്കം ടു അഫ്സീസ് വേൾഡ്. അഫ്സീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വലിയ സന്തോഷമുള്ള കാര്യം പറയാനൊന്നും വന്നതല്ല കേട്ടോ, കുറച്ച് ടെൻഷനുള്ള കാര്യമാണ്. ആ പോകുന്ന ആശാൻ ഇന്നലെ പൂച്ച മാന്തി വിവരം ഇന്നലെ രാത്രിയാണ് ഞാൻ അറിഞ്ഞത്. സാധാരണ 24 hours നമ്മൾ TT ഒക്കെ എടുക്കണം. അപ്പോൾ എന്താണ്, പക്ഷെ ആ ടൈമിലാണ് അറിഞ്ഞുള്ളതുകൊണ്ട് പിന്നെ ഇപ്പോൾ കുറച്ച് ലേറ്റായി. എപ്പോൾ കടിച്ചതെന്ന് ചോദിച്ചിട്ട് ആ ടൈം ആശാൻ ഓർമ്മയില്ല. എൻ്റെ അടുത്ത് മനഃപൂർവ്വം പറയാണ്ട് നിൽക്കുകയാണോ എന്നറിയില്ല. എന്തെങ്കിലും നമ്മളെ ആനിമൽസ് കടിക്കുകയും മാന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ടൈമിൽ അവിടെ സോപ്പിട്ട് കഴുകുകയൊക്കെ വേണം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആവുമല്ലോ. അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ വൈകിട്ടൊന്ന് കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ അങ്ങനെ ഒരു പതിവുണ്ട്. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ സോപ്പിട്ട് കഴുകിയെന്ന് പറയാനുള്ളത്. എനിക്കാകെ ടെൻഷൻ ആവുന്നുണ്ട്. എന്തായാലും ഒന്ന് പോയി TT എടുക്കണം. ഓക്കെ മനു, എങ്ങോട്ടാ പോകുന്നതെന്നൊന്ന് പറഞ്ഞു കൊടുക്ക്. എന്തിനാ പോകുന്നത്? പൂച്ച മാന്തി എവിടെ കാണിച്ചു കൊടുക്ക്. ഇങ്ങോട്ടാ കണ്ടോ, നല്ല വൃത്തിക്ക് മാന്തി വെച്ചിട്ടുണ്ട്. ഇത് ഇന്നലെ രാത്രിയാണ് ഇവന് കാണിച്ചു തരുന്നത് കേട്ടോ. എനിക്ക് രണ്ടാളും വേണ്ടിയില്ല പൂച്ച മാന്തി കാര്യം അല്ലേ? ഇന്നലെ രാത്രിയില്ല, ഇന്നലെ ഉച്ചക്ക് മാന്തിയിട്ട് എന്നോട് രാത്രിയല്ലേ ഈ പറയുന്നത്? ഉച്ചക്ക് പറഞ്ഞില്ല, രാത്രിയിലാണ് എന്നോട് പറയുന്നത് പൂച്ച മാന്തി. വൈകുന്നേരം ഈ പറയുന്നത് രാത്രിയിൽ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് പൂച്ച മാന്തിയതാണ്. ഞാൻ ഫസ്റ്റ് വിചാരിച്ച് ഈ പൂച്ച മാന്തിയതായിരിക്കുന്നു. ഈ പൂച്ചക്ക് ഇങ്ങനെ ഒരു സ്വഭാവം എടുക്കുന്നുണ്ടാവലുണ്ട്. ഇതാ ഇത്രക്ക് മാന്തി വെച്ചിട്ടുണ്ട്. ഇപ്പം കറക്റ്റ് സമയം ചോദിച്ചിട്ട് പറയല്ലേ. ഈ കയ്യിലുണ്ടോ ഇവിടെ? ഇത് മാന്തിയൊന്നുമല്ല, ഇത് ഒരു പൂച്ച മാന്തിയതാണ്. ഏത് പൂച്ച? ഇത് ഈ നിൽക്കുന്ന പൂച്ച. ഈ നിൽക്കുന്ന പൂച്ച അതാ പറഞ്ഞത്. എന്താ എടുക്ക്, ഇതിൽ ക്യാമറയിൽ കാണുന്നുണ്ട്. മുഖത്തൊക്കെ ഓരോ അടയാളങ്ങളൊക്കെ ഉണ്ട്, മാന്തിയിലും പിച്ചേൻ്റെ ഒക്കെ. അപ്പോൾ ഇനി എന്തായാലും പോയി TT എടുക്കണം. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല, കറക്റ്റ് സമയം ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. അപ്പം ഇന്ന് മദ്രസ വിട്ട് വന്നപ്പോൾ പറയാം, എനിക്ക് ഓർമ്മ വന്ന് എനിക്കും എല്ലാം ഓർമ്മ വന്ന്. ഇതാ ഞാൻ എന്താണ് ഇന്നലെ ഉച്ചക്കാണ് മാന്തിയെന്നാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. സത്യമാണോ കള്ളാണോ ഒന്നും എനിക്കറിയില്ല. എന്തായാലും കണ്ടിട്ട് നല്ല ടെൻഷൻ ഉണ്ട്. എന്തായാലും പോയിട്ടൊന്ന് TT അടിക്കട്ടെ. നല്ല മാന്തലും മാന്തിയുണ്ട്. ഒരു മിനിറ്റ് നേരമൊക്കെ കൈ കണ്ടോടാ, ക്ലിയർ ആവുന്നില്ലല്ലോടാ. ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുവരല്ലേ, ഒരു ഡിസ്റ്റൻസിൽ വെക്കുന്ന അല്ലല്ലേ കാണൂ. കണ്ടോ, ഇങ്ങനെ മാന്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാണിത് ഒന്ന് വെളിച്ചം കണ്ടോ. സാധാരണ പൂച്ച അങ്ങനെ നമ്മളെ പെറ്റ്സൊക്കെ നമ്മളെ കടിച്ചാൽ കടിക്കുകയും മാന്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമ്മൾ 24 hours TT എടുക്കണമല്ലോ. അപ്പോൾ ഇവന് അതെപ്പോൾ കടിച്ചതെന്ന് വെച്ചിട്ട് കറക്റ്റ് ഓർമ്മയില്ല. ഏത് പൂച്ചയാണോന്ന് വെച്ചിട്ട് അതറിയില്ല. പിന്നൊരു കാര്യം, ഈ പൂച്ച ഇവിടെ വളർത്തുന്ന പൂച്ചയൊന്നുമല്ല, വഴി കൂടെ പോകുന്ന പൂച്ചനെ വെറുതെ പോയി എന്താക്കിയതാ, എടുക്കാൻ നോക്കിയതാ. പിന്നെ മെല്ലെ മെല്ലെ എറിഞ്ഞ് എന്നിട്ട് പൂച്ച വെറുതെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പതുക്കൊന്ന് മാന്തിയിട്ട് പോയി. അങ്ങനെയാണോ? എന്താ പറയുന്നത്? ആര് വളർത്തുന്നത്? ഒരു ഹാഷ് കളർ പൂച്ചാണോ ഇവിടൊക്കെ ഇങ്ങനെ കാണുന്നത്? എന്തായാലും പൂച്ചൻ്റെ അടുത്ത് പോയി ചോദിച്ച് കടി വാങ്ങി വന്നതാണ്. അതാ അപ്പം ചുരുക്കി പറഞ്ഞാൽ നടന്നത്. എന്നുവെച്ചാൽ നമ്മൾ വളർത്തുന്ന പൂച്ചക്കാണ് ഒരിക്കലും അങ്ങനെ അങ്ങോട്ട് മാന്തൊന്നുമില്ല. അത്രയും ബുദ്ധിമുട്ടി ആക്കുന്ന സമയത്തൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നഖം കൊണ്ടാലേ ഉള്ളൂ. ഇവനിത് ഇവിടെ പൂച്ചേനൊന്നും വളർത്തുന്നില്ല. എന്നിട്ട് അവിടെ ചെന്നിട്ട് വഴി കൂടെ പോകുന്ന പൂച്ചേനെ, അത് ഇനി വേറെ ഇവിടെ വളർത്തുന്നതാണോന്നും അറിയില്ല, വഴി കൂടെ പോകുന്ന പൂച്ചേൻ്റെ അടുത്തുനിന്ന് ഒരു കടി തരുമോ എന്ന് ചോദിച്ചിട്ട് പോയ പോലെ ആയി. പക്ഷെ മാന്തേ കിട്ടിയുള്ളൂ, അതിൽ കൂടുതലൊന്നും വാങ്ങാൻ പറ്റിയില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടായി അല്ലേ? എനിക്കാകെ ടെൻഷൻ ആവുന്നുണ്ട്. എന്തായാലും പോയി TT വെച്ചിട്ട് വരാം. അല്ലാണ്ട് എന്താവുന്നൊന്നും എനിക്കറിയില്ല. പോയി നോക്കട്ടെ. ഇനിയിപ്പോൾ ഇത്
തീറ്റി വെക്കണം എന്തായാലും. ഇവരാണെങ്കിൽ 10 years ആയതിൻ്റെ തീറ്റി വെച്ചിട്ടുമില്ല കേട്ടോ ഇതുവരെ. എനിക്ക് അതിനൊരു സമയം കിട്ടിയില്ല. അതിങ്ങനെ പിന്നെ വെക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നീണ്ടു പോയ ഒരു കാര്യമാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വെക്കാം. പോട്ടെ. ഇനി ഒരു ഓട്ടോ വിളിക്കണം. ഓട്ടോ വിളിച്ചിട്ട് പോട്ടെ. രണ്ട് കൈക്ക് ഇഞ്ചക്ഷൻ വെക്കാൻ പോവാ അല്ലേ? സന്തോഷമായല്ലോ അല്ലേ? ഇനി പൂച്ചനെ പോയി പിടിക്കുമോ? ഉറപ്പാണോ? പിടിക്കാണ്ട് ചുമ്മാ ഇങ്ങനെ വന്ന് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഈ മാന്തൊന്നും തരൂല. എന്നോട് കൂടിയാ രണ്ട് കൈക്കും വെക്കും. ഇതാ ഇവിടെയും വെക്കും. ഞങ്ങൾ ആദ്യം ഒരു ക്ലിനിക്കിൽ പോയി, അവിടെ തീറ്റി ഇല്ല എന്ന് പറഞ്ഞു. ഇതിപ്പോൾ അത് രണ്ടാമത്തെ ക്ലിനിക്കിലേക്ക് വന്നേക്കാം. എന്ത് കേൾക്കുന്നില്ല? പിന്നീട് ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴത്തേ ബോധം പോലെ. എന്തായാലും ആ പൂച്ചനെ പിടിക്കാൻ പോയ ധൈര്യമൊന്നും വേണ്ട ഈ ഇഞ്ചക്ഷൻ വെക്കാൻ കേട്ടോ. എനിക്ക് അങ്ങനെ ഉറക്കെ പറയും. ഇപ്പോൾ പൂച്ചനെ പിടിക്കാൻ പേടിയുണ്ടായിരുന്നോ? അതെന്താ പേടിയില്ല? ഞാൻ അത് കടിക്കും മാന്തും എന്നുള്ളതൊന്നും ചിന്തിച്ചില്ല. അപ്പോൾ കല്ല് വെച്ച് കളിച്ച് ആ കഥ വെട്ടിയില്ലേ? ഡോക്ടർ കുറേ തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചപ്പം അപ്പം വേറെ കഥ പറഞ്ഞു. എൻ്റെ അടുത്ത് കല്ല് വെച്ച കളി അല്ലേ? ഡോക്ടറെ അടുത്ത് എന്താ പറഞ്ഞത്? ഞാൻ വെറുതെ ഇങ്ങനെ അവിടെ നിൽക്കാൻ, അപ്പം എൻ്റെ കാലിന് വന്ന് പൂച്ച പിടിച്ച് അപ്പം മാന്തി. കുനിഞ്ഞപ്പം മാന്തിയതാ? എടാ എന്തിനാടാ ഇങ്ങനെ കള്ളം പറയണേ? വേണ്ട ഞങ്ങളാരും പൂച്ചനെ പിടിക്കാൻ പോവല്ലേ? ഇതിനോ പോലല്ലോ. എടാ അടി നോക്കിയതാ. മെയിനായിട്ട് പോകുന്ന ആളാണ് ഈ പൂച്ച. ഡോക്ടർ എന്താ എന്നോട് ചോദിച്ചേ? ഇനി ആ പൂച്ചനെ അവിടെ 10 ദിവസം കാണണം. പൂച്ച ചത്തുപോയ വേറെ സീനുണ്ട് മോനെ. എനിക്കിന്ന് ആ പൂച്ചനെ കാണിച്ചു തരണം കേട്ടോ. ഏത് പൂച്ച കടിച്ചേന്ന്? അല്ല മാന്തിയത്. പിന്നെ പൂച്ച ഇങ്ങോട്ട് കയറിയതാണോ? ഇവ കൈ അനക്കാണ്ട് വെക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഒന്ന് വീണാലൊക്കെ ഇങ്ങനെ വെക്കും. കേട്ടല്ലോ. കാണത്തില്ല, നോക്കണ്ട. ഡോക്ടറെ പഠിക്കാൻ 4
എന്താ ചെയ്യാ? ഹാപ്പി ആയില്ലേ? ഹാപ്പി ആയല്ലോ അല്ലേ? ഡബിൾ ഹാപ്പിയാ. സൂചിച്ചല്ലേ വെച്ചേക്കുന്നേ? ഇനി പൂച്ചനെ പിടിക്കാൻ പോകരുത് കേട്ടോ. ആ പോട്ടെ, സാരില്ല. വാ, സാരില്ല, വാ. അപ്പോൾ ദേ ഞങ്ങൾ തീറ്റയൊക്കെ എടുത്ത് വന്നു. എന്താ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. 10 ദിവസത്തേക്ക് ആ പൂച്ചേനെ നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഏത് പൂച്ചയെന്ന് മനു പോലും ഓർമ്മയില്ല. കളർ ഓർമ്മ ഉണ്ടോ മനു? ഇവിടെ വാ. ഏത് പൂച്ച കടിച്ചെന്നുള്ള കളർ ഓർമ്മ ഉണ്ടോ? അതുണ്ടായാൽ മതി. ആ പൂച്ചനെ കാണിച്ചു തരുമോ ഏത് പൂച്ചാണെന്ന്? ഞാൻ കാണിച്ചു തരും. ഇനി ഞാൻ ഉണ്ടായിനി അപ്പം പൂച്ച മാന്തുന്ന സമയത്ത്. എന്നിട്ടാ രണ്ടാളും മനഃപൂർവ്വം പറയാണ്ട് നിന്ന തന്നെയാണല്ലേ. അപ്പം എന്തായാലും നല്ലൊരു പണിയാണ് കിട്ടി അല്ലേ? ഞങ്ങൾ ആദ്യം ഒരു ക്ലിനിക്കിൽ പോയിട്ടോ, ഓട്ടോ വിളിച്ചിട്ടാണ് പോയപ്പോൾ ക്ലിനിക്കിൽ പോയപ്പം അവിടെ ഇല്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തൊട്ടപ്പുറത്തായിട്ടൊരു ക്ലിനിക്ക് ഉണ്ട്, അങ്ങോട്ട് പിന്നെ നടന്ന് പോയത്. ആ ടൈമിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, നിറയെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം തീറ്റ എടുത്ത് വന്നിട്ട് വേദന ഒന്നും ഇല്ലല്ലോ? കുറച്ച് ബാക്കോട്ട് നിൽക്കുമോ? ചെറുതായിട്ട് കുത്തുമ്പോൾ വേദന, കുത്തുന്ന സമയത്ത് മാത്രം വേദന, അല്ലാണ്ട് വേദന ഒന്നും ഉണ്ടാവില്ല. ഇവൻ സാധാരണ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വിരലിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ വിരൽ ഇങ്ങനെ അനക്കാണ്ട് ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കും അങ്ങനെ. പക്ഷെ ഞാനും അങ്ങനെ ചെറുതായിട്ട് ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്നെന്ന് ആരൊക്കെ പറയലൊക്കെ ഉണ്ട്. അതേ ഇതാണ് ഇവിടെ രണ്ടാൾക്കും കിട്ടിയത്. എന്തെങ്കിലും ചെറിയൊരു മുറിവൊക്കെ കിട്ടുമ്പോഴത്തേക്ക് വലിയ കെട്ടൊക്കെ കെട്ടിയിട്ട് ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരിക്കലാണ്. ഞാൻ അങ്ങനെ ആയിരുന്നതാണ് എല്ലാവരും പറയൽ. കെട്ടണം. എന്താ എക്സ്പ്രഷൻ. അപ്പം എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. എന്താ ഇനി മൂന്ന് ഡോസും കൂടെ വെക്കാനുണ്ട്. ഇന്നിപ്പം 24 ആണ്. ഇനി 26-നാണ് വെക്കേണ്ടത് അല്ലേ? 26-ന്, പിന്നെ ഒന്ന് 28-ന്, അങ്ങനെ ആയിട്ട് ഓരോ ഡോസ് വെക്കാനുണ്ട്. ഒരു തവണ വെക്കുമ്പോൾ 2 കയ്യിലും വെക്കുന്നുണ്ട്. അപ്പം എന്തായാലും സന്തോഷമായില്ലേ? വെറുതെ ഇരുന്നപ്പോൾ ഒരു തീറ്റയൊക്കെ കിട്ടിയപ്പോൾ അല്ലേ? ഇനി പൂച്ചനെ പിടിക്കാൻ പോകരുത് കേട്ടോ. വെറുതെ വൈകി കൂടെ പോകുന്ന പൂച്ചനെ ഒന്നും പോയി പിടിക്കുകയോ ചെയ്യരുത്. പൂച്ചനെ പട്ടീനെ ഒന്നും പോയി പിടിക്കരുത്. കിട്ടും ഇതുപോലത്തെ പണി, കേട്ടല്ലോ? വെറുതെ ഒന്ന് നെട്ടിച്ചില്ലെങ്കിൽ ശരിയാവില്ല. കാരണം ഇതിന് മുന്നേയൊക്കെ ഇവിടെ അടുത്തുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവൻ പൂച്ചനെ പിടിക്കണ്ടെന്ന്. അപ്പം ഞാൻ ഒന്നും പറയില്ല, എന്നുവെച്ചാൽ പൂച്ച അത്ര ഡേഞ്ചർ ആയിട്ടുള്ള സംഭവം ഒന്നുമല്ലല്ലോ എന്ന്. പക്ഷെ ഇങ്ങനെ ഡേഞ്ചർ ആയിട്ടുള്ള പൂച്ച ഉണ്ടെന്ന് ഇപ്പം മനസ്സിലായല്ലോ മനോ? അപ്പോൾ ഓക്കെ അല്ലേ? വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങളൊക്കെ. ടാറ്റാ.